ഇറാനുമായി ചർച്ചയ്ക്ക് ശ്രമം, പരസ്യമായി ഭീഷണി, വീണ്ടും ട്രംപിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. US പരസ്യമായി സംഘർഷം രൂക്ഷമാകുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴും രഹസ്യമായി ചർച്ചകൾക്ക് ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി ഇറാൻ. US തങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങളാണ് നൽകുന്നതെന്നും ഇതിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഇറാനിയൻ MP ഹസൻ ഖഷ്ഖാവി ആരോപിച്ചു. ഇറാനു നേരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന ആശങ്കകൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സംഘർഷത്തിന്റെ തീവ്രത കൂട്ടാൻ ആലോചിക്കുന്നതായി മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കുമ്പോൾ നിലവിലുള്ള മറ്റു വഴികളിലൂടെ US ചർച്ചകൾക്കായി അഭ്യർത്ഥിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഖഷ്ഖാവി പറഞ്ഞു. ഇറാനെ പറ്റിക്കാൻ അവർക്ക് കഴിയില്ല. സൈനിക നടപടിയായാലും ചർച്ചയായാലും USന് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ US തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനെതിരെ പുതിയ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ വാരാന്ത്യത്തോടെ തന്നെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കീഴടങ്ങാനും വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാനും നിർബന്ധിതരാകാനും ഇറാനെതിരെ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ട്രംപ് US സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി US മാധ്യമങ്ങൾ വ്യക്തമാക്കി. ഈ സൈനിക നീക്കത്തിലും ഇസ്രായേലും പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ആക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിന്നേക്കും. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ ആഘാതം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം. ജൂലൈ 31 ക്യാമ്പ് ഡേവിസ് പ്രസിഡൻഷ്യൽ ട്രീറ്റിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ പദ്ധതി ചർച്ച ചെയ്തു. എന്നാൽ ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അന്തിമാനുമതി ഇതുവരെ നൽകിയിട്ടില്ല. മേഖലയിൽ വൻ യുദ്ധ സാധ്യത ഉണ്ടാകുമെന്നതിനാൽ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നതിനാൽ ക്യാബിനറ്റ് യോഗത്തിൽ ചില വൈറ്റ് ഹൌസ് ഉപദേശകർ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോളിയം റിഫൈനറികൾ, വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾ, പ്രധാന നഗരങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം, ഇലക്ട്രിക്കൽ ഗ്രിഡുകൾ എന്നിവ ആക്രമിക്കാനാണ് പദ്ധതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ വാഷിംഗ്ടണിൽ ട്രംപുമായും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായും കൂടിക്കാഴ്ച നടത്തി. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ വീണ്ടും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കാളികളാകുന്നത്. അതേസമയം തങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ ഇസ്രായേൽ പ്രവർത്തന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടി നേരിട്ട സമഗ്രമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇറാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ വാർത്താ ഏജൻസികൾ വഴി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.